നമസ്കാരം. ഇപ്പോൾ എത്തിയിട്ടുള്ളത് മാംഗ്ലൂർ ജംഗ്ഷനിലാണ്. ഇവിടെ നിന്നും വൈകിട്ട് 4:10 നിസാമുദ്ദീൻ എക്സ്പ്രസ് ആണ് കായംകുളത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. പക്ഷേ ആ ട്രെയിൻ ഇത് ലേറ്റാണെന്നാണ് ഇതുവരെയുള്ള 3-4 മണിക്കൂർ ലേറ്റുണ്ട്. അപ്പോൾ അതുവരെ ഈ മാംഗ്ലൂർ ജംഗ്ഷനിൽ കഴിച്ചു കൂടണം. അപ്പോൾ ഇവിടുത്തെ ചില കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് പോകാം അല്ലേ. എന്തോ ഒരു മാനസിക പിരിമുറുക്കം ഉള്ള ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത്. കഷ്ടം, ഇങ്ങനെ ഇരിക്കുന്നു, എന്ത് ചെയ്യും. മാംഗ്ലൂർ ജംഗ്ഷനിൽ പണികളൊക്കെ നടക്കുന്നുണ്ട്. മുകളിൽ എന്തോ റൂമുകൾ അതൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 5-6 ട്രാക്കുണ്ട് ഇവിടെ ജംഗ്ഷനല്ലേ. അപ്പം വലിയൊരു സ്റ്റേഷനാണ് മാംഗ്ലൂർ ജംഗ്ഷന്. പ്രത്യേകിച്ച് ഇത് കൊങ്കൺ ലൈൻ എല്ലാ വണ്ടികളും മാംഗ്ലൂർ ജംഗ്ഷൻ ഈ ടച്ച് ചെയ്താണല്ലോ പോകുന്നത്. അപ്പോൾ ഒരു വലിയ ഇതാണ് ജംഗ്ഷനാണ്, വലിയൊരു സ്റ്റേഷനാണ്. പക്ഷേ ഒത്തിരി വികസനങ്ങൾ ഇവിടെ വരേണ്ടിയിരിക്കുന്നു. ഇവിടെ തന്നെ ഈ ട്രാക്കിൽ, സെക്കൻഡ് ട്രാക്കിലൊക്കെ, തേർഡ് ട്രാക്കിലൊക്കെയുള്ള റൂഫൊന്നും ഇവിടെ ഒന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പണികൾ, ജംഗ്ഷൻ്റെ ഒരു പൂർണ്ണത എത്തണമെങ്കിൽ ഒത്തിരി പണികൾ ഇവിടെ വരേണ്ടിയിരിക്കുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ. ഭക്ഷണം കഴിക്കാം, കൈ കഴുകുക. നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്, കൈ കഴുകുക. അതുകൊണ്ട് വെള്ളം മാംഗ്ലൂർ ജംഗ്ഷനൊക്കെയാണ്, പക്ഷേ പൈപ്പിൽ വെള്ളമില്ല. എന്ത് ചെയ്യാനാ, അതാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങൾ ഫുഡ് ഞാൻ സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് വാങ്ങിച്ചത്. റൈസ്, അവിടെ സലാഡ്, പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടിയുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലഞ്ച് ഇന്നത്തെ. എങ്ങനെയുണ്ട് ശ്രീമോളെ? അടിപൊളിയായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകളാണ്. അതിൻ്റെ ഒരു ചായ വിൽപ്പനക്കാരൻ ഇങ്ങനെ ചായയൊക്കെ ഗ്ലാസ്സിൽ ടീബായൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നു. ഒരു ഗുഡ്സ് ട്രെയിനിൻ്റെ എന്താ ലെങ്ത്, എത്ര ബോഗികളാന്ന് നോക്കി. 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ശുനകരാതിന് ഇങ്ങനെ കിടക്കുന്നു. വാട്ടർ ലൈനിൻ്റെ പൈപ്പ് ലൈനിൻ്റെ കണക്ഷനൊക്കെ അവിടെ കറക്റ്റ് ചെയ്യുന്നു, വെൽഡ് ചെയ്തൊക്കെ കറക്റ്റ് ചെയ്യുന്നു കുറച്ച് പേര്. നമ്മൾ മാംഗ്ലൂർ ജംഗ്ഷൻ്റെ 1ാമത്തെ ട്രാക്കിലാണ് വന്നേക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം. കഫ്റ്റേറിയയിലൊന്ന് കയറണം. IRCTCയുടെ വെജിറ്റേറിയൻ റിഫ്രഷ്മെൻറ്റ് റൂമാണിത്. മംഗലാപുരം ജംഗ്ഷൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ ഇതുവഴിയുള്ള എൻട്രൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. കാര്യം ഇവിടെ കുറേ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ, മോഡിഫിക്കേഷനൊക്കെ ചെയ്യുകയാണ്. ഇതാണ് ഇൻഫർമേഷൻ സെൻറ്റർ. നമ്മുടെ വണ്ടി ഏതാണ്ട് ഇപ്പോൾ 1.5 മണിക്കൂർ വീണ്ടും ലേറ്റാണ്. നിസാമുദ്ദീൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. 1 സ്റ്റേഷൻ 1 പ്രോഡക്റ്റ്. കുറേ പ്രോഡക്റ്റുകളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. മംഗലാപുരം ജംഗ്ഷൻ്റെ വെളിയിലത്തെ സൈഡാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ടെമ്പററി വഴിയാണ് ഇട്ടേക്കുന്നത്. മെയിൻ വർക്കുകളൊക്കെ എൻട്രൻസിൻ്റെ അവിടെ നടക്കുന്നതിനാൽ കാർ പാർക്കിംഗ് ഒക്കെ ഫ്രണ്ടിലാണ്. ഇതൊക്കെയാണ് മംഗലാപുരം ജംഗ്ഷൻ്റെ പുറത്തെ കാഴ്ചകൾ. മംഗലാപുരം ജംഗ്ഷനിൽ ഈ കാണുന്നതെല്ലാം മീനിൻ്റെ ബോക്സുകളാണ്, മീൻ നിറച്ച ബോക്സുകളാണ്. ഇത് എവിടത്തേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ TKN തൃശ്ശൂർ എന്ന് എഴുതിയിട്ടുണ്ട്. മംഗലാപുരത്തു നിന്ന്
തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുന്ന മീനുകളാണ്. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. ഈ സാധനത്തിൽ ഐസൊക്കെ കാണും. ഇതിൽ ബോക്സൊക്കെയാണ്, തെർമോക്കോൾ ബോക്സൊക്കെയാണ്. എന്നാലും ഇതിപ്പോൾ നാളെയല്ലേ അവിടെ ചെല്ലത്തുള്ളൂ. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഐസിട്ട് ഇതൊക്കെയാണ് നമ്മളുടെ നാട്ടിലെ. ഈ ട്രെയിനിൽ വിജയവാഡയിൽ നിന്ന് വന്ന ആ ട്രെയിനിൽ ബൈക്ക് സ്കൂട്ടറൊക്കെ ഉണ്ട്. അത് RPFൻ്റെ ആൾ വന്നത് അവരുടെ രജിസ്റ്ററിലൊക്കെ ഒപ്പിട്ട് അത് വെളിയിലോട്ട് ഇറക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഏതാണ്ട് സന്ധ്യയായി. നമ്മുടെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. ഏതോ ഒരു വണ്ടി കയറി വരുന്നുണ്ട്. അത് ബാംഗ്ലൂർ വണ്ടിയാണെന്നാണ് പറയുന്നത്. അടിപൊളി മഴയാണ് മാംഗ്ലൂർ ജംഗ്ഷനിൽ. ഇതൊരു മുരുടേശ്വർ പോകുന്ന വണ്ടിയാണ് വരുന്നത്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി. നീണ്ട 5-6 മണിക്കൂറുടെ കാത്തിരുന്നു. നിസാമുദ്ദീൻ 4.5 മണിക്കൂർ ലേറ്റാണ്. കാരണം ഇങ്ങനെ മന്ദം സ്റ്റേഷനിലേക്ക്, മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബാക്കി വ്ലോഗെല്ലാം നമുക്ക് പിന്നീട് കാണിക്കാം. ഏതായാലും വണ്ടി വന്നു, സന്തോഷം. നല്ല മഴയുണ്ട് ഇവിടെ. ട്രെയിനകത്ത് കയറി ഭയങ്കര തിരക്കാണ്. മഴയും ഭയങ്കര തിരക്കുമാണ്. നിസാമുദ്ദീൻ ട്രെയിനാണിത്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല ഒരു ആഷ് കളറ്, ഒരു ഗ്രേ കളറ് ടോണൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു അടിപൊളിയാണ് സെറ്റപ്പ്. ടോപ്പൊക്കെ നല്ല രീതിയിലാണ് ഉള്ളത്. മറ്റു ട്രെയിനെ വെച്ച് നിസാമുദ്ദീൻ നല്ല ഇതാണ്. പിന്നെ നല്ല വാരി വലിച്ച് കമ്പിളിയൊക്കെ. ഇത് 3 ടയർ AC ആണ്, M1 ആണ്. ഇതിനകത്തിൻ്റെ വാരി വലിച്ച്. ബാത്റൂം സൈഡൊന്നും വലിയ വൃത്തിയൊന്നും പറയാനില്ല. എല്ലാ ട്രെയിനെയും പോലെയല്ല, ഇതിനകത്തിൽ സ്ലൈഡിങ് ഡോറാണ്. അങ്ങനെ മംഗലാപുരം മഴയിൽ കുളിച്ച് വിടുകയാണ്. നല്ല മഴയാണ്. മഴ വെള്ളം ഇങ്ങനെ ചാടുകയാണ്. മംഗലാപുരം ഗുഡ് ബൈ. രാത്രിയാണ്. ശരിയായ രീതിയിലൊന്നും വ്ലോഗ് ചെയ്യാൻ ഉള്ള സാഹചര്യമൊന്നുമില്ല. നമുക്ക് നോക്കാം, കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. നല്ല മഴ, ശക്തമായ മഴയായിരുന്നു ഇവിടെ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. അസാധ്യ സ്പീഡാണ് നിസാമുദ്ദീന്. ഇതാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ, അതുപോലെ ലിക്വിഡ് സോപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. ലിക്വിഡ് സോപ്പ് വെച്ചിട്ടുണ്ട്. കൈയടിയാനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു വണ്ടിയാണ് നിസാമുദ്ദീൻ. ബാംഗ്ലൂരിൽ നിന്ന് ഭയങ്കര സൗണ്ടാണ്. ബാംഗ്ലൂരിൽ നിന്ന് കായംകുളം വരെയാണ്ട് 6-7 സ്റ്റോപ്പേ ഉള്ളൂ. 4 മണിക്കൂർ 5 മണിക്കൂറിനടുത്ത് വൈകി എന്നുള്ളൊരു കാരണവശാൽ അടിപൊളി യാത്രയായിരുന്നു. ഈ വണ്ടിയുടെ സ്പീഡ് ഞാൻ പറഞ്ഞല്ലോ, അസാധ്യ സ്പീഡ് തന്നെയാണ്. ഈ വണ്ടിയുടെ മാംഗ്ലൂരിൽ നിന്ന്, ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള സ്റ്റോപ്പുകൾ നമുക്ക് നോക്കാം. അടുത്ത സ്റ്റോപ്പ് മാംഗ്ലൂർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ്. പിന്നെ കോഴിക്കോട്, അത് കഴിഞ്ഞ് ഷൊർണൂർ, തൃശ്ശൂർ, അത് കഴിഞ്ഞ് എറണാകുളം ടൗണ്. ഇത് കോട്ടയം വഴിയാണ് പോകുന്നത്. നെക്സ്റ്റ് കോട്ടയമാണ്. അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി, അത് കഴിഞ്ഞ് കായംകുളം, കൊല്ലം, തിരുവനന്തപുരം സെൻട്രൽ. ഇതാണ് ഇതിൻ്റെ മാംഗ്ലൂർ തിരുവനന്തപുരം വരെയുള്ള സ്റ്റോപ്പുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടി അവിടെ നിന്ന് മൂവ് ചെയ്യും. രണ്ടര മണിയായി. കോട്ടയം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് വണ്ടി. അടുത്ത സ്റ്റോപ്പ് ചങ്ങനാശ്ശേരി, പിന്നെ കായംകുളം.
ഇതിൽ പാസഞ്ചറിന് സൗകര്യമായി യൂസ് ചെയ്യാനുള്ള LED ലൈറ്റ് ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. നല്ല സെറ്റപ്പാണ്. പിന്നെ ക്യാമറ, ഈ മൊബൈൽ ഹോൾഡർ ഉണ്ട് സൈഡിൽ. ഇങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് ഇതിൽ. ചങ്ങനാശ്ശേരി എത്തി. അടുത്തത് നമ്മുടെ സ്റ്റോപ്പാണ് കായംകുളം. സമയം ഏതാണ്ട്